ശരിക്കും എന്താ എക്കണോമെട്രിക്സ്? എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൽ ഒരുപാട് തിയറീസ് ഉണ്ടാവും. ആൻഡ് ഈ തിയറീസ് എക്കണോമിക്സിൽ തിയറി ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഇതിനൊരു റിയൽ ലൈഫ് പ്രൂഫ് ഇല്ല, അല്ലെങ്കിൽ ഒരു എംപിരിക്കൽ എവിഡൻസ് ഇല്ല. സോ എന്താണ് നമ്മൾ എക്കണോമെട്രിക്സിൽ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും യൂസ് ചെയ്ത് ഈ എക്കണോമിക്സിൽ പറഞ്ഞ തിയറി കറക്റ്റ് ആണ് എന്ന് റിയൽ ലൈഫ് ഡേറ്റ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യും. അതാണ് ശരിക്കും എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് എക്കണോമെട്രിക്സ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് to economic data to analyze, interpret and test economic theories. എക്കണോമിക് തിയറീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നു. എക്കണോമിക്സ് എന്താണ്? എക്കണോമിക്സ് തിയറി സ്റ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് മാത്തമാറ്റിക്സ് യൂസ് ചെയ്ത് നമ്മൾ അത് തമ്മിലുള്ളൊരു റിലേഷൻ എന്താണ് റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റനെ അനലൈസ് ചെയ്യും. ആൻഡ് എക്കണോമെട്രിക്സിൽ എന്താണ് റിയൽ വേൾഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു അനലൈസ് ചെയ്ത ഡേറ്റ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൺസംഷൻ കൂടും, പക്ഷെ എന്താണ് ഇൻകം കൂടുന്ന അത്ര തന്നെ കൺസംഷൻ കൂടില്ല. ഇതാണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ പറയുന്നത് അല്ലേ. പക്ഷെ നമ്മൾ പറയുമ്പോൾ എത്രത്തോളം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐഫോണിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്താണ് അതിന്റെ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ ഐഫോണിന്റെ പ്രൈസ് കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇപ്പൊ ഒരു 1000 രൂപ ഐഫോണിന് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഐഫോണിന്റെ ഡിമാൻഡ് കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എത്രത്തോളം ആണ് ആ ഡിമാൻഡ് കൂടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? എക്കണോമെട്രിക്സ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കും എത്രത്തോളം, ഹൗ മച്ച്, എത്രയാണ് ഐഫോണിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് എക്കണോമെട്രിക്സ്.